Hey there, this is Archana and you are watching Speak E. ഏറ്റവും അധികം ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂസ് ഓഫ് എനിബഡി, എനിവൺ, സംബഡി, സംവൺ, നോബഡി, നോ വൺ, എവറിബഡി, എവറിവൺ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. എനിബഡി ആണോ യൂസ് ചെയ്യേണ്ടത് അതോ എനിവൺ ആണോ? സംബഡിയോ അതോ സംവണ്ണോ? നോബഡിയോ അതോ നോവണ്ണോ? അതോ എവറിബഡി ആണോ അതോ എവറിവൺ ആണോ എന്നിങ്ങനെ. എന്നാൽ കൺഫ്യൂഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. ഇവയുടെ മീനിങ് ഒന്നു തന്നെയാണ്, എനിബഡി ആൻഡ് എനിവൺ. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥവും ഒന്നു തന്നെയാണ്, ആരെങ്കിലും. സംബഡി, സംവൺ, ഈ രണ്ട് വാക്കുകളുടെ അർത്ഥവും ഒന്നാണ്, ആരോ അല്ലെങ്കിൽ ആരെങ്കിലും. നെക്സ്റ്റ്, എവറിബഡി, എവറിവൺ, ഇവയുടെ മീനിങ്ങും സെയിം തന്നെയാണ്, എല്ലാവരും. നോബഡി, നോ വൺ, ആരും തന്നെയില്ല അല്ലെങ്കിൽ ആരും. സോ ബഡി അല്ലെങ്കിൽ വൺ ചേർന്ന് വരുന്ന ഈ വാക്കുകളുടെ മീനിങ് ഒന്ന് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബഡി ചേർന്ന് വരുന്ന ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് കൂടുതലായും നമ്മൾ സ്പോക്കൺ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർമൽ യൂസിൽ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കാറ്. എനിബഡി, സംബഡി, എവറിബഡി, നോബഡി. എന്നാൽ റിട്ടൺ ഫോമിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് വൺ ചേർന്ന് വരുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. എനിവൺ, സംവൺ, നോ വൺ, എവറിവൺ. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ബഡി ആൻഡ് വൺ ചേർന്ന് വരുന്ന ഈ പ്രോനൗൺസിനുള്ളൂ. സോ anybody is equal to anyone, somebody is equal to someone, and everybody is equal to everyone, and nobody is equal to no one. എക്സാമ്പിൾസിലൂടെ കൂടുതൽ വ്യക്തമാക്കാം. സോ any, some, no, every ഇവയുടെ കൂടെ BODY ചേർത്താലും ONE ചേർത്ത് പറഞ്ഞാലും നമ്മൾ ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ബോഡി അല്ലെങ്കിൽ വൺ ചേർന്ന് വരുന്ന പ്രോനൗൺ സിംഗുലർ ആണെന്ന്, അല്ലേ? സോ ഇവിടെ നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരിക്കണം, സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൻ്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് എനിബഡി അല്ലെങ്കിൽ എനിവൺ, സംബഡി അല്ലെങ്കിൽ സംവൺ, നോബഡി അല്ലെങ്കിൽ നോ വൺ, എവറിബഡി അല്ലെങ്കിൽ എവറിവൺ. ഈ വാക്കുകൾ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അതുപോലെ ദേ, ദം, ദെയർ തുടങ്ങിയ പ്രോനൗൺസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെൻ വി ഡോണ്ട് നോ ദ പേഴ്സൺ ഈസ് മെയിൽ ഓർ ഫീമെയിൽ. അതായത് നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വ്യക്തി ആണാണോ അതോ പെണ്ണാണോ എന്ന് വ്യക്തമല്ലാത്തപ്പോഴാണ് നമ്മൾ ദേ, ദം, ദെയർ, ദേ അവർ, ദം അവരെ, ദെയർ അവരുടെ എന്നീ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഉദാഹരണങ്ങൾ നോക്കൂ. എവറിബഡി ഓർ എവറിവൺ ഈസ് ലിസ്ണിംഗ്, ദാറ്റ് ഈസ് എവറിബഡി ഈസ് ലിസ്ണിംഗ്, എവറിവൺ ഈസ് ലിസ്ണിംഗ്. ഈ രണ്ട് സെന്റൻസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. സോ എല്ലാവരും കേൾക്കുന്നു. ഇവിടെ എവറിബഡി അല്ലെങ്കിൽ എവറിവണിന് ശേഷം ഈസ് എന്ന സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, there is somebody or someone at the door. വാതിൽക്കൽ ആരോ ഉണ്ട്, ആരോ, somebody or someone. സോ is എന്ന സിംഗുലർ വെർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. there is somebody or someone at the door. next, let them come in. let them, ഇവിടെ he or she എന്ന് നമുക്ക് അറിയാൻ പാടില്ല. സോ നമ്മൾ പറഞ്ഞു അവർ അകത്തേക്ക് വരട്ടെ. ലെറ്റ് ദം കം ഇൻ. ലെറ്റ് ഹി ഓർ ഷീ കം ഇൻ. അതായത് നമുക്ക് ഹി ആണോ ഷീ ആണോ എന്നറിയാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ദം എന്ന പ്രോനൗൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഈസ് എനിബഡി അറ്റ് ഹോം ഓർ ഈസ് എനിവൺ അറ്റ് ഹോം? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അറ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ സ്പോക്കൺ ഫോമിൽ ഈസ് എനിബഡി ഹോം എന്ന് ചോദിക്കാറുണ്ട്. സോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഓർ എനിവൺ, ആരെങ്കിലും. അവിടെയും ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, നോബഡി ഈസ് അറ്റ് ഹോം.
or no one is at home. വീട്ടിൽ ആരുമില്ല. Nobody or no one. ആരും. സോ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഇവിടെയും വന്നിട്ടുള്ളത്. Everybody or everyone has gone to the party. എല്ലാവരും പാർട്ടിക്ക് പോയി. സോ ഹാസ് എന്ന സിംഗുലർ വെർബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Everybody or everyone. എല്ലാവരും. Is everyone ready? Or is everybody ready? എല്ലാവരും തയ്യാറാണോ? Nobody is ready. Or no one is ready. ആരും തയ്യാറല്ല. Someone is looking for you. Or somebody is looking for you. ആരോ നിങ്ങളെ തിരക്കുന്നു. What's their name? അവരുടെ പേരെന്താണ്? ഇവിടെ കണ്ടോ, ഹി ആണോ ഷീ ആണോ അവിടെ വന്നിരിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ടാണ് വാട്ട്സ് ദെയർ, അവരുടെ എന്ന് പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഡസ് എനിബഡി നോ വാട്ട് ഐ നീഡ്? എനിക്ക് എന്താണ് വേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഡസ് എന്ന സിംഗുലർ വെർബാണ് എനിബഡി എന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗണിന്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. എനിബഡി ഡസ് നോട്ട് നോ എനിത്തിങ്. ആർക്കും ഒന്നും അറിയില്ല. അത് തന്നെ നമുക്ക് നോബഡി ചേർത്ത് പറയാം. പക്ഷെ നോബഡി ഓൾറെഡി നെഗറ്റീവ് ഫോം ആയതുകൊണ്ട് അതിൻ്റെ കൂടെ വീണ്ടും നോട്ട് ചേർക്കേണ്ടതില്ല. സോ നോബഡി നോസ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് എനിവൺ, എനിബഡി, സംവൺ, സംബഡി, എവരിവൺ, എവരിബഡി, നോ വൺ, നോബഡി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ നോട്ടിഫിക്കേഷൻസ്. Thank you.